തെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് മുന്നണികളിലും പാർട്ടികളിലും അവകാശവാദങ്ങൾ ഉണ്ടാവും, തർക്കങ്ങൾ ഉണ്ടാവും, അത് അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കും. ഇതൊക്കെ വളരെ പതിവാണ്. പക്ഷേ ഇത് കോൺഗ്രസിലോ UDFിലോ ആണെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് വലിയ ഹാരമാണ്, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾക്ക്. ഇത്തരം സന്ദർഭങ്ങളിൽ അവരുടെ സ്ക്രീനില് അവരുടെ ലോഗോ പോലും മറഞ്ഞു നിൽക്കുന്ന തരത്തിലാണ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇതൊക്കെ അങ്ങോട്ട് അവതരിപ്പിക്കുന്നത്. പക്ഷെ അത് LDFിലാണെങ്കിൽ അല്ലെങ്കിൽ NDAയിലാണെങ്കിൽ അത്രയ്ക്കൊരു താല്പര്യം നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടാകാറില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളത് കണ്ടതാണ്, അതേപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. ഡൽഹിയില് K. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഒരു ദിവസം രാവിലെ മാധ്യമങ്ങൾ പറയുന്നു K. സുധാകരൻ മത്സരിക്കും, അദ്ദേഹത്തിന് സീറ്റ് കിട്ടും, കോൺഗ്രസ് ഹൈക്കമാൻഡ് അദ്ദേഹത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്നൊക്കെ. ഉച്ചയായപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് സീറ്റില്ല, നിലവിലെ MP മത്സരിക്കേണ്ട എന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത്, അങ്ങനെയാണ് തീരുമാനം, അതുകൊണ്ട് മത്സരിക്കുന്നില്ല, സീറ്റില്ല. കുറെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നു, 10-20 മണ്ഡലങ്ങളിൽ അദ്ദേഹം സ്ഥാനാർത്ഥികളെ നിർത്തുന്നു, BJPയുടെ പിന്തുണ ലഭിക്കുന്നു. ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിലായിട്ട് വാർത്തകളല്ല, വ്യാജ വാർത്തകൾ സ്ക്രീൻ നിറയെ പ്രദർശിപ്പിക്കുന്നതിനാർക്കും മടിയുണ്ടായില്ല. കണ്ണൂരിലേക്കുള്ള യാത്രയ്ക്ക് ഡൽഹി വിമാനത്താവളത്തിയപ്പോൾ അവിടെയും മാധ്യമക്കാരുണ്ട്, മാപ്രകളുണ്ട്. അവർ വീണ്ടും വീണ്ടും ചോദിക്കുക, കോൺഗ്രസിൽ തന്നെയാണോ, തുടരുമോ, മത്സരിക്കുമോ? അത് കഴിഞ്ഞ് വെളുപ്പാങ്കാലത്ത് 2-2:30 മണിയായപ്പോൾ കണ്ണൂരെത്തിയപ്പോൾ അവിടെയും കാത്തു നിൽക്കുക. അപ്പൊ സുധാകരൻ പറഞ്ഞു, വല്ല കട്ടൻ ചായയും കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങണ മക്കളെ എന്ന്. അതിനൊന്നും വലിയ പ്രാധാന്യമൊന്നും കിട്ടിയില്ല. അതാണ് നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതേസമയം LDFിലെ തർക്കങ്ങൾ, NDA, അതൊന്നും ആർക്കും വിഷയമേ അല്ല, അതിനൊട്ടും പ്രാധാന്യമില്ല. ഇപ്പൊ തന്നെ നോക്കാം, നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ LDFിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല. 5 സ്ഥലത്തുകൂടെ അവര് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുണ്ട്. അതിലൊന്ന് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം സെൻട്രൽ, നമ്മുടെ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന മണ്ഡലം. ആ മണ്ഡലത്തിലേക്ക് LDFിന് ഒരു സ്ഥാനാർത്ഥി, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥി ആയിക്കൊള്ളട്ടെ, ഒരാളെ കണ്ടെത്തുന്നതിന് ഇതുവരെ സാധിച്ചിട്ടില്ലെന്ന്. പക്ഷെ അത് വലിയ പ്രശ്നമല്ല, അതാർക്കും സ്ക്രീൻ നിറയെ പ്രദർശിപ്പിക്കേണ്ട വാർത്തയല്ല. അതേസമയം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അദ്ദേഹത്തിന് സീറ്റ് ആഗ്രഹം ഉണ്ടായിരുന്നു, കിട്ടിയില്ല, അതിലെ പ്രതിഷേധമാണ് കണ്ടത്. പിന്നെ എന്തൊരു പുകിലായിരുന്നു. രണ്ടത്താണി ലീഗ് വിടുന്നു, രണ്ടത്താണി LDF സ്വതന്ത്രനായി മത്സരിക്കുന്നു, രണ്ടത്താണിയുമായിട്ട് LDF നേതാക്കൾ, CPM നേതാക്കൾ ചർച്ച നടത്തുന്നു. പക്ഷെ ഇവിടെ തിരുവനന്തപുരം സെൻട്രലില് ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ള വാർത്ത വരുമ്പോൾ അതിനെക്കുറിച്ച് വലിയ മിണ്ടാട്ടമൊന്നുമില്ല. അത് മാത്രമാണോ? ഇതൊക്കെ സംഭവിക്കുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സാധാരണമല്ലാത്ത ചില സാഹചര്യങ്ങളിലാണെന്ന് ഓർക്കണം. തളിപ്പറമ്പിലും പയ്യന്നൂരിലും പാർട്ടിയുടെ വളരെ പ്രമുഖരായ നേതാക്കൾ വിമതരായിട്ട് മത്സരിക്കുക. അമ്പലപ്പുഴയിൽ G. സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. ഇവർക്കെല്ലാം UDFിന്റെ പിന്തുണ കിട്ടുകയാണ്. ഇതൊക്കെ വളരെ അസാധാരണമായ സ്ഥിതിവിശേഷമാണെന്ന് ഓർക്കണം. അപ്പോഴാണ് താനൂരിൽ സീറ്റ് കൊടുത്ത ഒരു മന്ത്രി അബ്ദുറഹ്മാൻ, അദ്ദേഹത്തിന് ആ സീറ്റ് വേണ്ടെന്ന്. കഴിഞ്ഞ 2 തവണ ജയിച്ചതാ, ഇത്തവണ അദ്ദേഹത്തിന് അത് വേണ്ട, എനിക്ക് തിരൂര് വേണം, എന്റെ ജന്മസ്ഥലമാണ്, ഒരിക്കലെങ്കിലും ഞാൻ എന്റെ ജന്മസ്ഥലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കണം. ഇവ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത സീറ്റിൽ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് വീട്ടിലെ കഥ കടച്ചിരിക്കുക അബ്ദുറഹ്മാൻ മന്ത്രി. മങ്കടയിൽ ഒരു MP അലവിക്ക് സീറ്റ് കൊടുത്തു, അദ്ദേഹത്തിന് അത് വേണ്ട, അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായില്ല എന്ന് അറിയിച്ചു. ഏറ്റവും അവസാന നിമിഷം അദ്ദേഹം മത്സരിക്കുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. കാസർഗോഡ്, വള്ളിക്കുന്ന് മുതലായ മണ്ഡലങ്ങളിലും ഏറ്റവും അവസാന നിമിഷങ്ങളിലും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ CPM കിടന്ന് പെടാപ്പാട് പെടുകയാണ്. ഇത് തന്നെയാണ് BJPയുടെ കാര്യം. അവരുടെ ഘടകകക്ഷികൾക്ക് BDJSന് 2020 സീറ്റ് കണക്കിന് വാരിക്കോരി കൊടുത്തിരിക്കുക. ആലോചിച്ചോക്ക്, BJP പോലൊരു പാർട്ടി, അവർക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ല, അല്ലെങ്കിൽ മത്സരിക്കാൻ അർഹതയുള്ള സ്ഥാനാർത്ഥികൾ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് പിടിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കണ്ണിൽ പിടിക്കുന്നവർക്ക് മാത്രമേ BJPയുടെ സ്ഥാനാർത്ഥിത്വമുള്ളൂ എന്ന സ്ഥിതിയാണ്. കുമ്മനം രാജശേഖരനെ പോലെ വളരെ മുതിർന്ന, വളരെ സീനിയറായ ഒരു നേതാവിന് ഏറ്റവും അവസാനം വരെ കാത്തിരിക്കേണ്ടി വന്നു ആറന്മുളയിൽ സീറ്റ് കൊടുക്കാൻ. ആറന്മുള BDJSന് കൊടുത്തു. BJPക്ക് നല്ല വേരോട്ടമുള്ള ഒരു സ്ഥലമാണ്, കഴിഞ്ഞ തവണയൊക്കെ നല്ല വോട്ട് കിട്ടിയതാ. അത് ആദ്യം BDJSന് കൊടുത്തു, പിന്നെ അത് പിടിച്ചു വാങ്ങിച്ചു തർക്കമുണ്ടായപ്പോൾ. എന്നിട്ട് അവിടെ കുമ്മനം രാജശേഖരനെ മത്സരിപ്പിക്കുക. അതുപോലെ എത്ര നേതാക്കള്, ശ്രീധരൻപിള്ളയ്ക്കൊന്നും സീറ്റില്ല, MT രമേശിന് സീറ്റില്ല. അവരൊന്നും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഗുഡ് ബുക്കിൽ വരുന്നവരല്ല. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സീറ്റുള്ളൂ. പ്രസിഡന്റും 1-2 ശിങ്കിടികളും ഡൽഹിയിൽ നിന്ന് വന്ന ആളുകളാണ്. അവർക്കാണ് ഇപ്പൊ BJPയുടെ മുഴുവൻ കൈകാര്യകർത്തൃത്വം. ചരടുകളൊക്കെ അവരുടെ കയ്യിലാണ്. കൊടുങ്ങല്ലൂര്, ആലോചിച്ചോ, കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സീറ്റ്, അത് RSSന്റെ ബലിദാനികൾ തന്നെ ഉള്ള ഒരു മണ്ഡലമാണ്. നല്ല വേരോട്ടമുണ്ട് BJPക്ക് അവിടെ. അത് 2020 കൊടുത്തിരിക്കുക. അതുപോലെയാണ് തൃപ്പൂണിത്തുറ.
തൃപ്പൂണിത്തുറയെ BJP-ക്കാര് പറയുന്നത് ക്ഷേത്ര നഗരി എന്നാണ്. കഴിഞ്ഞ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ ഒരു പോരാട്ടം നടത്തി ആ മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തതാ. അതായത് BJP ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി ഉള്ള തൃപ്പൂണിത്തുറ 2020-ക്ക് കൊടുത്തിരിക്കുക. ഈ 2020 എന്നൊക്കെ പറഞ്ഞ ആരാ? എറണാകുളം ജില്ലയിലെ 1-2 മണ്ഡലങ്ങളിൽ ഉണ്ടാക്കിയ ഒരു 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 പ്രാദേശിക സംവിധാനം അതിപ്പോ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ BJP-യിൽ ഒരു വലിയ ഘടകകക്ഷിയായിട്ടങ്ങ് മാറിയിരിക്കുക. അവർക്ക് സീറ്റ് കൊടുത്തതിന്റെ പാറ്റേൺ നോക്കിയാല് സംസ്ഥാനം മുഴുവൻ വേരോട്ടമുള്ള ഒരു പാർട്ടിയാണ് അതെന്ന് തോന്നുന്നു. ചില സീറ്റുകളിലേക്ക് അവര് സ്ഥാനാർത്ഥികളെ നിർത്തി. സിനിമാ നടിമാരായിരുന്നു. അവർ മത്സരിക്കാൻ വന്നപ്പോ അല്ലെ പത്രിക സമർപ്പിക്കാൻ വന്നപ്പോ അവർക്ക് വോട്ടർ പട്ടികയിൽ പേര് പോലും ഇല്ലെന്ന്. അവരാരും വോട്ടർമാരല്ല. ഒന്നാലോചിച്ച് നോക്കി. അതുപോലെ തന്നെ ഈ റാന്നി മണ്ഡലം കഴിഞ്ഞ തവണ BJP 28,000 വോട്ട് പിടിച്ച ഒരു മണ്ഡലമാണ്. ഞാൻ ആ മണ്ഡലത്തിൽ നിന്നുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രചാരണം ശബരിമല സ്ഥിതി ചെയ്യുന്ന റാന്നി മണ്ഡലത്തിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി MLA ആകണം, അല്ലെങ്കിൽ ഒരു ഹിന്ദു റാന്നിയെ പ്രതിനിധീകരിക്കണമെന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ തവണ അവിടെ പ്രചാരണം നടത്തിയത്. അപ്പൊ ഇത്തവണ അവിടെ 2020-ക്ക് കൊടുത്തിരിക്കുക. റാന്നിക്കാർക്ക് 2020 എന്ന് പറഞ്ഞാല് ഈ പാർട്ടിയെ കുറിച്ചൊന്നും അവർ കേട്ടിട്ട് പോലുമില്ല. അവർക്കറിയാവുന്ന 2020 ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റാ, 20 ഓവർ വീതമുള്ള ക്രിക്കറ്റാ. നമ്മുടെ സഞ്ജു സാംസണൊക്കെ നമുക്ക് ഈയിടെ ഇന്ത്യക്ക് കിരീടം നേടുത്തുന്ന ആ ഫോർമാറ്റ്. അതല്ലാതെ അവർക്ക് 2020 എന്ന് പറഞ്ഞാല് ഒന്നും അറിയില്ല. പണ്ടൊരു സിനിമ ആ പേരിൽ വന്നിട്ടുള്ളതും അവർ ഓർക്കുന്നുണ്ടാവും. അതിപ്പോ 2020-ക്ക് കൊടുത്തിരിക്കുക. അവിടെ ആരാ മത്സരിക്കുന്നറിയാം? ഒരു പെന്തക്കോസ്തുകാരൻ, ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു സഭാ വിഭാഗത്തിൽപ്പെട്ട ഒരാള്. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചർച്ച് ഓഫ് ഗോഡിൽപ്പെട്ട ഒരാൾക്ക് സീറ്റ് കൊടുത്തതിനെ കുറിച്ചല്ല തർക്കം. ആർക്ക് വേണമെങ്കിലും സീറ്റ് കൊടുക്കാം. പക്ഷെ ഒരു പാർട്ടിയിലുള്ള ആളല്ല, BJP-യിലല്ല, കോൺഗ്രസ് അല്ല, LDF അല്ല, അങ്ങനെ ആരുമല്ല. പെട്ടെന്നൊരു ഒരു ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആയിട്ട് വരിക. ഈ പെന്തക്കോസ്തുകാരാണെന്ന് അറിയാമല്ലോ. അവരെയാണ് ഈ ഉത്തരേന്ത്യയില് ബജ്രംഗ് ദളുകാരും RSSകാരും കൂടെ ഓടിച്ചിട്ട് ഇടിക്കുന്നത്. നെഞ്ചാങ്കൂടിയിട്ട് ഇടിച്ചോണ്ടിരിക്കുക അവിടെ UP-യില്. ഇതുപോലൊരു സഭയുടെ പാസ്റ്ററിനെയാണ് അവർ ചാണകം തീറ്റിച്ചത്, RSSകാരും ബജ്രംഗ് ദളുകാരും ചേർന്ന്. അപ്പൊ ഇവിടെ ഒരു പെന്തക്കോസ്തുകാരനെ കൊണ്ട് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുക, NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുക. ആലോചിച്ച് നോക്ക്. ശബരിമല സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തെ ഒരു ഹിന്ദു പ്രതിനിധീകരിക്കണമെന്ന് കഴിഞ്ഞ തവണ പ്രചാരണം നടത്തിയ ആളുകളാണ്. ഇതാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള BJP-യിലെ സീറ്റ് വിഭജനത്തിന്റെ ഒരു കോള്. ഇപ്പോ CPM ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങളെ കാണുമ്പോഴേക്കും അവിടെ ഒരു സ്ഥാനാർത്ഥി അവരെ തീരുമാനിച്ചിട്ടുണ്ടാവാം. ഇപ്പോൾ അവരുടെ ലിസ്റ്റിലുള്ളത് ചലച്ചിത്ര നടനായ സുധീർ കരമനയാണ്. നമ്മുടെ പഴയ കരമന ജനാർദ്ദനൻ നായരുടെ മകൻ. നല്ല നടനാണ്. പക്ഷെ അദ്ദേഹത്തിന് LDF-ഉമായിട്ട് എന്താ ബന്ധം, അല്ലെങ്കിൽ CPM-ഉമായിട്ട് എന്താ ബന്ധം? ഇന്നത്തെ ഒരു പത്രത്തിൽ വന്ന വാർത്ത അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ SFI ആയിരുന്നെന്നാ, SFIയുടെ അംഗമായിരുന്നെന്നാ. ഇന്നലെ ഒരു CPM നേതാവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ സുധീർ കരമനയെ സ്ഥാനാർത്ഥിയാക്കുന്നത്? കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ SP ദീപകിന് വേണ്ടി അദ്ദേഹം പ്രചാരണത്തിന് ഇറങ്ങിയത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയത്. ആലോചിച്ചു നോക്ക്. എത്രയോ വർഷങ്ങളായിട്ട് DYFIക്ക് വേണ്ടി, SFIക്ക് വേണ്ടി അടികൊണ്ടവരും ഇടികൊണ്ടവരും ജയിലിൽ പോയവരെ കൂടെ കാത്തു നിൽക്കുക. ഒരു ചലച്ചിത്ര നടനെ കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ CPM. അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമെന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല. ഇത് DYFIയുടെയും SFIയുടെയും കാര്യമല്ല. യൂത്ത് കോൺഗ്രസ്, KSU നോക്കൂ. അവിടെ KSUവിന്റെ പ്രസിഡന്റ് പോലും സീറ്റില്ലെന്ന്. പക്ഷേ ഇവിടെ മണ്ണും ചാരി നിന്നവർക്ക് സീറ്റ് കിട്ടുക, സ്ഥാനാർത്ഥിയാവുകയാ. നമ്മൾ ഈ 2020-യുടെ കാര്യം പറഞ്ഞല്ലോ. എത്ര നിസ്സാരമായിട്ടാണ് ഇവരൊക്കെ ഈ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സമീപിക്കുന്നത്. BJP തന്നെ അവർക്ക് സഖ്യകക്ഷികൾക്ക് സീറ്റ് വിഭജിച്ചു കൊടുക്കുന്നതിന് യാതൊരു വ്യവസ്ഥയുമില്ല. 2020 എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു നിയോജക മണ്ഡല കമ്മിറ്റി പോലും ഇല്ലാത്തടത്താണ് ഈ സീറ്റുകൾ നൽകുന്നത്. അവിടേക്ക് ഇവർ ആരെയാണ് സ്ഥാനാർത്ഥികളാക്കുന്നത്? രാഷ്ട്രീയവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, പൊതുപ്രവർത്തനവുമായി ബന്ധമില്ലാത്ത, പൊതുസമൂഹവുമായി ബന്ധമില്ലാത്ത ചലച്ചിത്ര നടിമാരെ കണ്ടെത്തുക. ചലച്ചിത്ര നടിമാർക്ക് മത്സരിക്കാൻ പറ്റില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അവർക്ക് വോട്ടെങ്കിലും വേണ്ടേ? അപ്പോൾ ഈ പ്രക്രിയയെ, ഈ വളരെ പരിപാവനമായ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഈ 2020 പോലുള്ള പാർട്ടികളൊക്കെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്ന് നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇതിനൊന്നും മാധ്യമങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടാറില്ല. ഇത് UDF-ലാണ് സംഭവിക്കുന്നെങ്കിൽ, കോൺഗ്രസിലാണ് സംഭവിക്കുന്നെങ്കിൽ വലിയ ഗടാഗടിയൻ വാർത്തകളാവും. നമ്മുടെ ഒരു ടെലിവിഷൻ ചർച്ചയിൽ ചിന്തിരിക്കുമ്പം കോൺഗ്രസിന്റെ സാധ്യതകളെ കുറിച്ച്, അല്ലെ കോൺഗ്രസിലെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുകയാണെന്നിരിക്കട്ടെ, ഉടനെ എല്ലാവരും കൂടെ അങ്ങ് പറയും അവിടെ ഒരു സംഘടനാ സംവിധാനമില്ല, അവിടെ എപ്പോഴും വലിയ ഗ്രൂപ്പ് വഴക്കാണ്. നമ്മൾ പറഞ്ഞ ഈ സമകാലീന കാലത്തെ കുറിച്ചാണ് ഇപ്പോഴേ ഒരു ചർച്ചയ്ക്ക് പോയത്തെ കാര്യമാണ്. പക്ഷെ എന്താണ് കോൺഗ്രസിന്റെ അവസ്ഥ? ഇപ്പോഴൊക്കെ ഉള്ളതിനേക്കാൾ മികച്ച ഒരു സംഘടനാ സംവിധാനം കോൺഗ്രസിന് എന്താണ് ഉണ്ടായിട്ടുള്ളത്? കോൺഗ്രസ് ഒരു മഹാസമുദ്രം പോലെ, അതിനൊക്കെ ചില ചിട്ടവട്ടങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ
കൃത്യമായിട്ട് എല്ലാ ബൂത്തുകളിലും കമ്മിറ്റി അല്ലെ മണ്ഡലങ്ങളിലും കമ്മിറ്റി CPM-നൊക്കെ ഉള്ളതുപോലെ അത്തരത്തിലുള്ള സംഘടനാ ചട്ടക്കൂടൊന്നും ഒരിക്കലും കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ചർച്ചയ്ക്ക് വരുമ്പോൾ കോൺഗ്രസിനെ അതിന്റെ പറ്റി ഇട്ടങ്ങ് അലക്കും. സംഘടനാ സംവിധാനമില്ല. അതുപോലെ തന്നെയാണ് ഗ്രൂപ്പ് വഴക്ക്. വേറെ എങ്ങും ഗ്രൂപ്പില്ലെന്ന് തോന്നുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കം മുതൽ AKG ഒരു ഭാഗത്തും P. കൃഷ്ണപിള്ളയും EMS മറുഭാഗത്തുമായിട്ട് വലിയ വിഭാഗീയത ഉണ്ടായിരുന്നു, തമ്മിലടി ഉണ്ടായിരുന്നു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അതായിരുന്നല്ലോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ രൂപം. അതിന്റെ ഒരു സമ്മേളനത്തില് AK ഗോപാലൻ P. കൃഷ്ണപിള്ളയെ തല്ലിയിട്ടുണ്ട്. അത് AK ഗോപാലൻ തന്നെ എഴുതിയിട്ടുണ്ട്. മറ്റു കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പുസ്തകങ്ങളിൽ വന്നിട്ടുള്ള കഥയാണത്. P. കൃഷ്ണപിള്ളയെ AK ഗോപാലൻ ഒരു അടിയങ്ങ് അടിച്ചു. അതിനെ തുടർന്ന് വലിയ തർക്കങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയെ ധിക്കരിച്ച് AK ഗോപാലന്റെ നേതൃത്വത്തില് മദ്രാസിലേക്ക് പട്ടിണി യാത്ര നടത്തിയിട്ടുണ്ട്. അതിനുശേഷം സമകാലീന സംഭവങ്ങളും നമുക്കറിയാം. CPM-ലെ വിഭാഗീയത, അതൊന്നും പക്ഷെ വലിയ പ്രശ്നമല്ല. അതൊന്നും നമ്മുടെ മാധ്യമങ്ങളെ സംബന്ധിച്ചോളം അതൊരു വിഷയമല്ല. അതാണ് പ്രത്യേകത. ഇപ്പൊ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് ഇതെന്താ പുത്തൻ കാര്യമല്ലോ ആണ്. കോൺഗ്രസില് ലോകമഹായുദ്ധം പോലാണ് ഗ്രൂപ്പ് വഴക്കം ഉണ്ടായിട്ടുള്ളത്. ഈ നമ്മളറിയുന്ന A ഗ്രൂപ്പ് I ഗ്രൂപ്പ് തർക്കം അല്ലെങ്കിൽ വിവാദം അല്ലെങ്കിൽ സംഘർഷം മാത്രമല്ല. അതിനു മുമ്പ് കോൺഗ്രസിലെ തുടക്കം മുതൽ തന്നെ കോഴിക്കോട് അബ്ദുറഹ്മാൻ സാഹിബിന്റെ കാലം മുതൽ കോഴിക്കോട്ട് കേന്ദ്രമായുള്ള ഗാന്ധിയൻ കോൺഗ്രസുകാർക്കെതിരായിട്ട് അബ്ദുറഹ്മാൻ സാഹിബ് പടനയിച്ചതാണ്. അബ്ദുറഹ്മാൻ സാഹിബിന്റെ കൂടെ സഹായത്തോടു കൂടിയാണ് KPCC അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാര് അല്ലെങ്കിൽ P. കൃഷ്ണപിള്ളയും EMS ഒക്കെ പിടിച്ചെടുത്തത്. അതിനുശേഷം CK ഗോവിന്ദൻ നായർ, R. ശങ്കർ, PT ചാക്കോ ഇവിടെയൊക്കെ കാലത്തുണ്ടായിട്ടുള്ള ഗ്രൂപ്പ് വഴക്കുകൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നിപ്പോ ഗ്രൂപ്പ് ഒന്നും ഇല്ലെന്നേ. ഈ CK ഗോവിന്ദൻ നായരുടെയൊക്കെ കാലത്താണ് ഒരിക്കൽ KPCCയുടെ തെരഞ്ഞെടുപ്പ് നടക്കുക. കമ്പോൽജി റാവു പാർട്ടിയിൽ നിന്നോ കമ്പോൽജി പാർട്ടിയിൽ നിന്നോ മറ്റോ പറയുന്ന ഒരാളാണ് ഡൽഹിയിൽ നിന്ന് ഇവിടെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് വന്നത്. ആ തെരഞ്ഞെടുപ്പിൽ അലമ്പായി, സംഘർഷമായി. അപ്പൊ ഈ കാമ്പോൾജിയെ പട്ടി എന്ന് വിളിച്ചുകൊണ്ട്, അയാൾ പാർട്ടിയില്ല, പട്ടി എന്ന് വിളിച്ചുകൊണ്ട് ഒരു വിഭാഗം അദ്ദേഹത്തിന് നേർക്ക് ചെന്നു. അദ്ദേഹം പറഞ്ഞു, മേം പട്ടി നഹി മേം കാമ്പോൾജി പാട്ടീൽ ഹും എന്ന് പറഞ്ഞുകൊണ്ട് ഓടിയ കഥ. പിന്നീട് A ഗ്രൂപ്പ് I ഗ്രൂപ്പ് പോരാട്ടം നടക്കുന്ന സമയത്ത് മസ്കറ്റ് ഹോട്ടലിൽ വന്ന മറ്റൊരു റിട്ടേണിംഗ് ഓഫീസർ കിഷോർ ചന്ദ്രദേവ്, അദ്ദേഹത്തെ അവിടെ നിന്ന് I ഗ്രൂപ്പുകാർ ഓടിച്ചു വിട്ടു. അതിന് നേതൃത്വം കൊടുത്ത ആൾ ഇന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാ. അങ്ങനെ എത്ര സംഭവങ്ങൾ ഗ്രൂപ്പ് വഴക്കിന്റെ പേരിലാണ് കേരളത്തിലെ കോൺഗ്രസിൽ ആദ്യമായിട്ട് പിളർപ്പുണ്ടാകുന്ന 1964 കോൺഗ്രസും കേരള കോൺഗ്രസുമായിട്ട്. പിന്നീട് കരുണാകരന്റെ കാലത്ത് DIC ഉണ്ടാകുന്നു. ഇതൊക്കെ ഗ്രൂപ്പിന്റെ പേരിലായിരുന്നു. അങ്ങനെ തകർത്ത് വാരിയ നാടകമായിരുന്നു കേരളത്തിലെ ഗ്രൂപ്പ് പോരാട്ടം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മൾ പറയും, ചർച്ച വന്നാല് കോൺഗ്രസ് ഭയങ്കര ഗ്രൂപ്പാണ്, ഇവർക്ക് ഗ്രൂപ്പ് അല്ലാതെ മറ്റൊന്നുമില്ല. ഇപ്പൊ ഗ്രൂപ്പ് ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗ്രൂപ്പ് പോരാട്ടങ്ങൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തെ, കോൺഗ്രസിലെ സംഘടനാ സംവിധാനമില്ലായ്മയെ, കോൺഗ്രസിന്റെ അത്തരത്തിലുള്ള ദൗർബല്യങ്ങളെ പെരുപ്പിച്ചു കാട്ടുക എന്നുള്ളതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ പ്രധാന ചുമതല. അവര് G. സുധാകരൻ പാർട്ടി വിട്ടാലോ, TK ഗോവിന്ദൻ വിട്ടാലോ, കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ട് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാലോ അതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും അല്ല. പക്ഷെ സുധാകരൻ ഒരു സീറ്റിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയാൽ അത് വലിയ വാർത്തയാണ്. ആ വാർത്തയെ ചുറ്റിപ്പറ്റി പുതിയ വാർത്തകള്, ഇല്ലാ വാർത്തകള്, വ്യാജ വാർത്തകള് സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യും. എന്തായാലും തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോടുകൂടി മത്സര രംഗത്തിന്റെ പൂർണ്ണ ചിത്രം തെളിഞ്ഞു വരുമെന്ന് നമുക്ക് കരുതാം. പക്ഷേ പാർട്ടികളും മുന്നണികളും നിശ്ചയിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും പത്രിക നൽകാൻ കഴിയുമോ എന്നതുപോലും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം പല സ്ഥാനാർത്ഥികളും ഇപ്പോഴാണ് രംഗത്ത് വരുന്നത്, അവരാണ് സ്ഥാനാർത്ഥികളെന്ന് അവർ തന്നെ അറിയുന്നത്.